കുറച്ച് ഇൽമുണ്ടാകുമ്പോ, കുറച്ച് സമ്പത്തുണ്ടാകുമ്പോ, കുറച്ച് അധികാരം വരുമ്പോ മതിമറക്കാൻ നിൽക്കേണ്ടതില്ല. സാധാരണക്കാരാവുക. സാധാരണക്കാർക്ക് ഒരു പക്ഷേ നമ്മളെക്കാട്ടി നല്ല ഇൽമുണ്ടാകും, നല്ല തഖ്വ ഉണ്ടാകും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയിലാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ സമയമായി. ഒരു മരച്ചുവട്ടിലിരുന്ന് ഭക്ഷണപ്പൊരി തുറന്നു വെച്ച് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഒരു ആട്ടിടയന്റെ ശബ്ദം കേട്ടു. മഹാനായ സ്വഹാബിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു മിസ്കീനിന്റെ കൂടെ ഇരുന്നിട്ടേ കഴിക്കുള്ളൂ. ആട്ടിടയന്റെ അരികിലേക്ക് ചെന്നു വിളിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സുഹൃത്തെ, ഒരൽപ്പസമയം നമുക്കൊന്നിച്ചിരിക്കാം, അല്പം ഭക്ഷണം കഴിക്കാം. ആട്ടിടയന്റെ മറുപടി, ഇബ്നു ഉമർ, ഞാനൊരു നോമ്പുകാരനാണ്. ഇബ്നു ഉമർ, ഞാനൊരു നോമ്പുകാരനാണ്. മഹാനായ സ്വഹാബി ഞെട്ടിത്തരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഒരുപാട് നേരം ഞാൻ യാത്ര ചെയ്തു. ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് ബോധം നഷ്ടപ്പെട്ട് താഴെ വീണാൽ, ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി ദാഹിച്ചാൽ ഒരിറ്റു വെള്ളം നൽകാൻ പോലും ഒരു മനുഷ്യനും ഇവിടെയില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും പ്രയാസപ്പെട്ട് നോമ്പു നോൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആ സാധാരണക്കാരന്റെ മറുപടി, ഇബ്നു ഉമർ, ഒരു രോഗം വരാനുണ്ട്. വസ്ത്രം ധരിക്കാതെ, ചെരുപ്പ് ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ അള്ളാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു ദിവസം, തലയുടെ മുന്നിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന അന്ന്, ഈ ദുനിയാവിലെ ചൂടിനേക്കാൾ പ്രയാസകരമാണ് ഇബ്നു ഉമർ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കത്തിയാളുന്ന നരകത്തിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടും. തകാദു തമയ്യസു മിനൽ ഗൈദ്, ഉഗ്രകോപം നിമിത്തം സ്വയം പൊട്ടിത്തെറിക്കുന്ന നരകം മനുഷ്യരെ കാർന്നു തിന്നുന്നതിനു വേണ്ടി ആർത്തലച്ചുകൊണ്ടിരിക്കുന്ന കറുകറുത്ത നരകത്തിന്റെ മുന്നിൽ മുഴുവൻ മനുഷ്യരുമെത്തും. ആ നരകത്തിന്റെ ചൂട് ഈ ദുനിയാവിലെ ചൂടിനേക്കാൾ പ്രയാസകരമാണ് ഇബ്നു ഉമർ. അവിടെ ഒന്ന് കഴിച്ചിലാകണം, അവിടെ ഒന്ന് രക്ഷപ്പെടണം. ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണക്കാരാകാൻ നമുക്ക് സാധിക്കണം. ആ സാധാരണക്കാരന്റെ ഒരു തഖ്വയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സല്ലാം ജൂതഗോത്രത്തിന്റെ നേതാവാണ്. അറിയപ്പെടുന്ന, അല്ലാഹു തആല ഒരുപാട് ഇൽമ് നൽകിയ, അധികാരം നൽകിയ, സമ്പത്ത് നൽകിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ പ്രവാചകനെ സ്വീകരിച്ച ജൂതഗോത്രത്തിന്റെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഒരു വിറക് ചുമന്ന് മദീന പട്ടണത്തിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ. സ്വഹാബാക്കൾ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കാണ്, ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു സല്ലാം, താങ്കൾക്ക് അല്ലാഹു തആല ഇൽമ് നൽകിയിട്ടുണ്ട്, താങ്കൾക്ക് അല്ലാഹു തആല അധികാരം നൽകിയിട്ടുണ്ട്, താങ്കൾക്ക് അല്ലാഹു തആല സമ്പത്ത് നൽകിയിട്ടുണ്ട്. വിറക് ചുമന്നൊരു സാധാരണക്കാരനെ പോലെ താങ്കൾ പോവുകയാണോ? അദ്ദേഹത്തിന്റെ മറുപടി, ഇൽമിന്റെ കൂടെ കിബറ് വരും. കുറച്ചൊരു കിതാബ് വായിക്കാൻ തുടങ്ങിയാൽ, 4 സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ തുടങ്ങി, പിന്നെ ഓന്റെ പണി ബാക്കിയുള്ളവരെ മുഴുവൻ തർക്കിക്കലാവും. പിന്നെ ഇൽമില്ലാത്ത പാവപ്പെട്ട മനുഷ്യരെ ഇരുത്തിയിട്ട് അവരോട് തർക്കിക്കലും ഓന്റെ ഇൽമു വിളമ്പലായിരിക്കും പിന്നെ ഓന്റെ പണി. ഇൽമിന്റെ കൂടെ പിശാച് കിബറിനെ കൊണ്ടുവരും, സമ്പത്തിന്റെ കൂടെ കിബറ് വരും. ട്രെയിനിലിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരു പാവപ്പെട്ട മറ്റൊരു സംസ്ഥാനത്തുള്ള മുസ്ലിമായ, താടിയുണ്ട്, നിരന്റെ മുകളിൽ വസ്ത്രമുണ്ട്, പക്ഷെ നമ്മളെക്കാട്ടി കുറച്ച് പൈസ കുറഞ്ഞു പോയ ഒരു പാവപ്പെട്ട മനുഷ്യൻ അടുത്തു വന്നിരുന്നു കഴിഞ്ഞാൽ മനസ്സിലൊരു അടങ്ങാറാണ്. സൊഫ് നിൽക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ അരികിൽ നിൽക്കുമ്പോ അറിയാതെ കാലൊന്നു വലിച്ചു പോവുകയാണ്. സമ്പത്തിന്റെ കൂടെ പിശാച് കിബറിനെ കൊണ്ടുവരും, അധികാരത്തിന്റെ കൂടെ പിശാച് കിബറിനെ കൊണ്ടുവരും.